ക്രിസ്മസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കൊച്ചിക്കാർക്ക് ഓർമ്മ വരുന്നത് നമുക്കൊന്ന് ബ്രോഡ്വേ വരെ പോയിട്ട് വരാം, എല്ലാ സാധനങ്ങളും ഒന്ന് പർച്ചേസ്. പക്ഷേ കാല് കുത്താൻ ഇടമില്ലാത്തത്ര തിരക്കാണ്. പക്ഷേ വളരെ രസമാണ് ആ വഴികളിലെല്ലാം ലൈറ്റും ഈ അലങ്കാരങ്ങളും ഒക്കെ കൊണ്ട്. ലബി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ വർഷം നമ്മുടെ അലി അക്ബർ ഷാ ആയിരുന്നു ബ്രോഡ്വേയിൽ സജീവമായിരുന്നത്, അലിയും അർജുൻ മട്ടന്നൂരും ഒക്കെ. അപ്പോൾ ലബി, ഇപ്പോൾ ഈ പള്ളിയിൽ എത്തിയിരിക്കുന്നവരൊക്കെ ഏതൊരു ആഘോഷ മൂഡിലാണ്? അവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ എത്തരത്തിലാണ്, ന്യൂ ഇയറിനെ വരവേൽക്കാനൊക്കെ എങ്ങനെയാണ് തയ്യാറെടുത്ത് അവർ പള്ളിയിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ഒരു ചെറിയ കുഞ്ഞു വരെ നമ്മുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ലൈവ് ചെയ്യുന്നത് കൊണ്ട് ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിക്കുകയായിരുന്നു. നമ്മൾ പള്ളിയിലേക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അത് വലിയൊരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2005 മുതൽ ഈ പാതിരാ കുർബാന റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇതൊരു അനുഭവം തന്നെയാണ്. നമ്മളിതിൻ്റെ ഭാഗമായി മാറുന്നു. ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ എല്ലാം ഭാഗമായി നമ്മൾ മാറുമ്പോൾ നമ്മളും ഈ ക്രിസ്തുദേവൻ്റെ തിരുപ്പിറവിക്കായി കാത്തിങ്ങനെ നിൽക്കുന്നു. ചെറിയ കുട്ടി വന്ന് നമ്മുടെ മൈക്കിൽ പിടിക്കുകയാണ്. ഇതുപോലെ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം തന്നെ ഒരു ആഘോഷ മൂടാണ്. പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ കഴിഞ്ഞു. ഇനിയൊരു തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായി എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കുന്ന ഒരു മൂഡിലാണ്. ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞല്ലോ യാക്കോബായ പള്ളികളിലെല്ലാം. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇനി സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ? ഇനിയിപ്പം നോമ്പ് വീടും ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് വിഭവങ്ങൾ? പിടിയിറച്ചിയും അത് ഓർക്കണം കേട്ടോ. നമ്മൾ ഈ കൊച്ചിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് പിടിയും ഇറച്ചിയും. വളരെ ടേസ്റ്റി ഫുഡാണ്. നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ പോർക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. ആരെയും ശ്രുതിയും പറയുമായിരുന്നു. അതെ, പോർക്ക്, ബീഫ്, ചിക്കൻ, ഇതിന്റെ പല ഇനം വെറൈറ്റി ഐറ്റങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ പറയുമ്പോഴാണ് പിടിയും ഇറച്ചിയും. അതൊരു വെറൈറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ചേച്ചി അത് പറഞ്ഞു കേട്ടപ്പോ ആ ചേച്ചിയുടെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ അതാണ് അല്ലേ ശ്രുതി? ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അസാധ്യ ടേസ്റ്റ് ആയിരിക്കും അല്ലേ ലേബി? നാവില് വെള്ളം വരുന്നുണ്ടോ? വളരെ ടേസ്റ്റ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഭവം കൂടിയാണ്. ക്രിസ്മസിന് വളരെ പ്രത്യേകമായി തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ, കോതമംഗലം, മൂവാറ്റുപുഴ ഭാഗങ്ങളിലൊക്കെ ഇത് വളരെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും ഇതുണ്ടാവാറ് പതിവാണ്. പിടിയും ഇറച്ചിയും അതുപോലെ തന്നെ വ്യത്യസ്ത വിഭവങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. ഇനി പ്രാർത്ഥന ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ, ഇനി വീട്ടിലേക്ക് പോകുമല്ലേ? ഇനി എങ്ങനെയാണ് നോമ്പൊക്കെ വിടുന്നത്? നോമ്പൊക്കെ വിടാനെല്ലാം ഒരുക്കിയിട്ടുണ്ട് വീട്ടിൽ. എന്തൊക്കെയാ വിഭവങ്ങൾ? ചിക്കൻ, ബീഫ് ഒക്കെ, ബീഫ്, മീനൊക്കെ. ഈ പിടിയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല ഉണ്ടാക്കാം. അവിടെ ഒരു ചേച്ചി അത് പറഞ്ഞു. ഉണ്ടാക്കി എങ്ങനെയാ പിടിയും ഇറച്ചിയൊക്കെ ഈ ക്രിസ്മസിനാണോ അതോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പ്രാർത്ഥനാ ചടങ്ങൊക്കെ തീർന്ന് വളരെ സന്തോഷപൂർവ്വം ഇപ്പം ഇനി വീട്ടിലേക്ക് പോവാം. ഇവിടെ എല്ലാവരും ഈ പള്ളിയിൽ മാത്രമാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. ബാക്കി എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് അകത്തേക്ക് കയറുന്നൊരു സമയമായിരിക്കും ഇത്. വളരെ സന്തോഷപൂർവ്വം ഇനി ക്രിസ്മസിനെ വരവേൽക്കാനിരിക്കുകയാണല്ലേ? പ്രാർത്ഥനയ്ക്ക് അതെ സന്തോഷമായിരിക്കുകയാണ്. എന്തായിരുന്നു രാത്രി? ഇന്ന് എന്തായിരിക്കും? ഇന്ന് അപ്പം, ചിക്കൻ കറി, പിടി ചിക്കൻ കറി, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് വീട്ടിൽ. ഇനി പള്ളി കഴിഞ്ഞാണ് അത് പോയി എൻജോയ് ചെയ്യാൻ. ഒരു മാസമായിട്ട് നോയമ്പൊക്കെ എടുത്ത് ഈ തിരുപ്പിറവിയെ വരവേറ്റിരുന്നവർക്ക് ഇനി നല്ല അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ ഓരോ പള്ളികളിലും അങ്ങനെ ആഘോഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലേബി അവിടുന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് ഈ പിടി ഇറച്ചി. രണ്ടാമത്തെ ഒരാൾ കൂടി പറഞ്ഞു അല്ലേ ശ്രുതി? ഈ വീട്ടിൽ ചെന്നിട്ട് ഈ ക്രിസ്മസ് ഐറ്റങ്ങളെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കല്ലേ? കൂടെ കഴിഞ്ഞിട്ട് വേണം. എല്ലാം ഉണ്ട്. വിഭവം മാത്രമല്ല, പല വിഭവങ്ങളായിട്ട് കാഴ്ചകളുമായി ഓരോ പള്ളികളിൽ നിന്നും ഒക്കെ പ്രത്യേക വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ കാത്തിരിപ്പുണ്ട്.